ഇപ്പൊ തങ്ക താമസിക്കുന്ന വീടാണ് അത്. അവിടെയാണ് ഇപ്പൊ അവളുള്ളത്. ഞാൻ ആലോചിച്ചിട്ട് ഇതല്ലാതെ ഒരു വഴിയും കാണാൻ. നമുക്ക് നോക്കാം. ആ ചെറുപ്പം പറണ്ട സർവ ഇരിക്കും. തങ്കം തങ്കം വന്നിട്ട് വന്നേ. താര മനസ്സിലായോ? അഡ്വക്കേറ്റ് ഭവദാസൻ സാറ്. എൻ്റെ വഴിയുടെ തർക്കണ്ടായില്ലേ, അതൊക്കെ വാദിച്ച് ജയിപ്പിച്ച ആളാ. ഇതാണ് തങ്കം. അല്ല എന്തായാലും നിങ്ങൾ രണ്ടാളും ഇനി ഒരിക്കലും യോജിക്കില്ല പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ ആയ സ്ഥിതിക്ക് നമുക്ക് നിയമത്തിന്റെ വഴിക്ക് പോവാം. സാറായിട്ട് അത് സംസാരിച്ചു. ഇരിക്കേ പറഞ്ഞു കൊടുക്ക്. ഞാൻ നോട്ട് ചെയ്തോളാം. ആ എന്താ തരത്തിലുള്ള പ്രശ്നം? പറഞ്ഞോ. കുടുംബം തീരെ നോക്കില്ല. ആ സാറേ, ഇതാണ് കക്ഷി ക്ലീറ്റസ്. ധാരാത് മനസ്സിലായോ? അഡ്വക്കേറ്റ് ഭവദാസൻ സാറ്. ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. നിനക്ക് അവളെ വേണ്ടെങ്കിലേ തങ്കത്തിന് ഇനി നന്നെയും വേണ്ട, ഒപ്പിട്ട് കൊടുക്കാൻ പോവാ. സാർ നേതാവേ, എന്റെ കയ്യില് നല്ല വക്കീലുണ്ട്, നല്ല മിടുക്കനായ ഒരു വക്കീലായിട്ട്. അഡ്വക്കേറ്റ് തോമസ് സക്കറിയ. പേര് കേട്ടിട്ട് കൊള്ളാളിയാ. പക്ഷെ ആള് ഫുൾ ടൈം ബാറിലാണ്. ഇതേ തിരക്കുള്ള എല്ലാ വക്കീലന്മാരും ബാറിലാണ്. അല്ല, ഇത് ആ ബാറല്ല, ഇത് മറ്റേ ബാറ്. നീ എന്തോന്നേ പറയുന്നത്? അയാളിപ്പോ ഭാര്യ പിണക്കി ഫുൾ ടൈം ബാറിലാണ് ഇപ്പൊ. നേതാവിന്റെ കേസ് വാദിക്കാനാണ് നമ്മളൊരു വക്കീലിനെ നോക്കുന്നത്. ഈ കണക്കിന് പോയാൽ ഈ വക്കീലിന്റെ കേസ് വാദിക്കാൻ നമ്മൾ വേറൊരു വക്കീലിനെ വെക്കേണ്ടി വരും. സാറേ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ അമ്മാവനെന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അയാൾ പാഷാണത് കൃമിയാണ്. അയാളാണ് വക്കീലിനെ കൊണ്ടുവന്നത്. ആലോചിച്ച് നോക്ക്. ഈ സ്ഥിതി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തക്ലിമോളുടെ കാര്യത്തിന് ഒരു തീരുമാനം വേണ്ടേ? ഇവിടെ തക്ലിമോളുടെ കാര്യം പറഞ്ഞതിനാണ് ഇത്രയും വിഷയമായത്. ഇവിടെ അവളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് സ്വത്ത് വിവരങ്ങൾ കാര്യങ്ങളിലൊക്കെ ഒരു ധാരണ എത്തണമെന്ന് പറഞ്ഞത് സഹിക്കാൻ വയ്യാതെ തന്നെ അവൾ പിണങ്ങി അവൾ ആങ്ങളെ എടുത്ത് പോയിക്കണത്. അവൾക്ക് ആങ്ങളെ മതി, ഞാൻ വേണ്ട. ഞാൻ പറയണതൊക്കെ തെറ്റ് അവൾക്ക്. ആലോചിച്ച് നോക്കണം. അല്ലെങ്കിൽ ഭർത്താവ് പറയണത് എന്തിനാണ്? ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇത് പറയണത്? നമ്മുടെ കുടുംബം അത് സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലടിയാ, ഇനി വേണ്ട. ഇനി അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു തീരുമാനം എടുത്ത് അങ്ങനെ പോയെങ്കിൽ അവളങ്ങ് പോട്ട്. തുമ്മിയാ തിരക്കണ മൂക്കാണെങ്കിൽ ഞാനും വേണ്ടാന്ന് വെച്ച്. വേണ്ട, ഉറപ്പിച്ചു ഞാൻ. ഏട്ടാ ഏട്ടാ ഉറങ്ങിയോ? ഏട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞാൽ ദേഷ്യപ്പെടുവോ? പറഞ്ഞാലേ ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ. എന്നാ പറയുന്നില്ല. പറയട്ടെ? വേണ്ട. സിനിമയ്ക്ക് അതൊന്നുമല്ല. നീ കാര്യം പറ, എന്താ പ്രശ്നം? പിന്നെ എനിക്ക് ഏട്ടനെ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലേ? അങ്ങനെ എനിക്ക് തോന്നിയാ? നാളെ ശ്രദ്ധിച്ചാൽ മതി. ഓ, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഏട്ടനെ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുമെന്നേ തോന്നുള്ളൂ. അതല്ലേ ഏട്ടാ, നാത്തൂൻ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഞാൻ ഏട്ടൻ്റെ അടുത്തോട്ടൊക്കെ എങ്ങനെ വരും? അതല്ല, നാത്തൂൻ വഴക്കിട്ട് വന്ന് നിൽക്കുമല്ലേ, അപ്പൊ നമുക്കൊരു മര്യാദയില്ലേ? അവളെ നമ്മളെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ലല്ലോ. അവളെ കാര്യം നോക്കി അപ്പുറത്തിരിപ്പുണ്ട്. നമ്മളെന്താ കുഴപ്പം? നമ്മൾ ഇപ്പോഴല്ലേ ഏട്ടാ ഒന്ന് ജീവിച്ചു തുടങ്ങിയത്, മോളൊക്കെ വന്നതിന് ശേഷം. നമ്മുടെ ഒരു പ്രൈവസി പോണ പോലെ എനിക്ക് തോന്നുന്നു. എന്ത് പ്രൈവസി? ഈ നമ്മളിതായിട്ട് ഈ റൂമിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നാൽ അവള് ഇങ്ങോട്ട് എത്തി നോക്കുന്നൊന്നുമില്ലല്ലോ, അങ്ങോട്ട് വരുന്നില്ലല്ലോ അവള്.
അവളെ കാര്യം അവിടെ ഇരിപ്പുണ്ട്. എന്നാലും എനിക്ക് ചോറൊക്കെ വിളമ്പി തരണം. അപ്പം നാത്തൂൻ അവിടെ നിൽക്കും. ആകെ കൂടെ ഒരു വീർപ്പുമുട്ടലായി. ഏട്ടനൊരു പണിയായി. ക്ലീറ്റോ ചേട്ടനോട് സംസാരിച്ചിട്ടേ നാത്തൂനെ പറഞ്ഞു വിടും. എവിടെ? വീട്ടിലോട്ടോ, നാത്തൂൻ്റെ വീട്ടിലോട്ടോ. എന്തിനങ്ങനെ? കെട്ടിച്ചു വിട്ടാലേ ഭാര്യമാരെ നോക്കേണ്ടത് ആരാ? ഭർത്താക്കന്മാരാ, അല്ലാതെ ആങ്ങളെയല്ല. ഇവിടെ എങ്ങനെയാ? ഇവിടെ എങ്ങനെയാന്ന് ഞാൻ എൻ്റെ പെങ്ങളെ നോക്കുന്ന നിനക്ക് എന്താ കുഴപ്പം? ഏട്ടൻ എത്ര കാലം നോക്കും? എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ അവളെ നോക്കും. ഏട്ടന് നോക്കാനാണ് ഇവിടെ ഞാനും മോളും ഉള്ളത്. നിന്നെ നോക്കണതിനെ കൂട്ടി അവളെ നോക്കണപ്പോ എന്താ കുഴപ്പം? ഒച്ച എടുക്കട്ടെ, പതുക്കെ പറഞ്ഞാൽ മതി. അപ്പുറത്ത് നാത്തൂനുണ്ട്. ഞാനൊരു നല്ല അർത്ഥത്തിൽ തന്നെയാ പറഞ്ഞത്. നീ ആ വിചാരം നിനക്കാ വേണ്ടത്. എന്ത്? അവളപ്പുറത്തോട്ടെന്നുള്ളത്. അപ്പൊ ജീവിതകാലം മൊത്തം ഇവിടെ തന്നെ നിർത്താനുള്ള പ്ലാനാണ്? ആ തന്നെ. നിന്റെ ആരും നിൽക്കണതാ മതി. ഞാൻ എന്റെ കാര്യം തന്നെയാ നോക്കണത്. ആ കൊള്ളാലൊരാള് നീ കാണുമ്പോലല്ലേ. എന്ത് പെണ്ണെന്ന വർഗം ഇത് തന്നെയാണ്. ഞാൻ എന്തായാലും ഇങ്ങനെ തന്നെ. ആ നീ നിനക്ക് ഞാൻ പല എന്റെ ഓങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ മര്യാദക്ക് പെങ്ങളെ പറഞ്ഞ് വിട്ടോണം, അല്ലെങ്കിൽ ഞാൻ ക്ലീറ്റോ ചേട്ടനോട് പോയി പറയും. ഏത് പറഞ്ഞു? ഭാര്യനെ വിളിച്ചോണ്ട് പോവാൻ. ഭാര്യനെ വിളിച്ചോണ്ട് പോവാൻ. ചെയ്യുന്ന ഇതൊന്നും കാണും പോലല്ല. ഇതൊന്നും എങ്ങോട്ട് നീങ്ങാനാ? അവളാകെ വിഷമിച്ച് ഇരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഇനി അവളുടെ അടുത്ത് അപ്പുറത്തോട്ട് പോകാൻ പറയാനായിട്ട്. കുണി വന്നപ്പോഴേ മനസ്സിലായി എന്താ കുളമാക്കാനാണോ. നമുക്ക് അപ്പുറത്ത് പോവാം. എപ്പുറത്ത്? ഡാഡിയെ കാണാൻ. ഏത് ഡാഡി? ഏത് ഡാഡിയാ? കൊറേ ദിവസമായില്ലേ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. കഷ്ടമുണ്ട്. നമുക്ക് അപ്പുറത്ത് പോവാം. അമ്മ വാ. നിനക്ക് ഇനി മുതൽ ഡാഡി ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ അതാരാ? അതെനിക്കറിയാൻ പാടില്ല, പോയി അന്വേഷിക്കും. അമ്മക്ക് എന്തമ്മ? ആ എനിക്കൊന്നുമില്ല, നീ ഇനി പോവണ്ട അങ്ങോട്ട്. അമ്മ വരണല്ല, ഞാൻ പോവും. നീ പോവോ? ഞാൻ പോവും. നീ പോയാ നിന്നെ വെട്ടി ഞാൻ കൊല്ലും. ഞാൻ ഡാഡി എനിക്ക് കാണണ്ടേ? നീ ഡാഡിനെ കണ്ട? നിനക്ക് ഡാഡിക്ക് നിന്നെ കാണണമെന്നില്ലല്ലോ. ആര് പറഞ്ഞു? അമ്മയ്ക്ക് പറഞ്ഞു. അമ്മയ്ക്ക് പ്രാന്ത. ആ പ്രാന്താടി കൊണ്ടുപോകണം. മാമി അങ്ങോട്ട് പോയില്ല, അതിന് പ്രാന്ത് പിടിച്ചിരിക്കുക. പിള്ളേര് പിള്ളേരുടെ രീതിയിൽ വളരണം. ഡാഡിനെ കാണാൻ പോണോ നോക്ക്? ഞാൻ വിട്ടതുവാ. അതിങ്ങിതാ ഞാൻ അരിഞ്ഞോളാം. വേണ്ട, ഞാൻ അരിഞ്ഞോളാം, എനിക്കറിയാം. എഴുന്നേറ്റ്, ഞാൻ കാപ്പി എടുത്ത് വെച്ചേക്കുന്നു. ക്ലീറ്റോ ചേട്ടനെ കൊണ്ട് കൊടുക്കും. ഒന്നും കഴിച്ചിട്ടുണ്ടാവത്തില്ല. ഇത്ര നാളും കഴിച്ചോണ്ടിരിക്കുവായിരുന്നില്ലേ, ഇനി കഴിക്കണ്ട. ചത്തൊന്നും പോവില്ല. നാത്തൂൻ ഇങ്ങനെ ഓരോ തീരുമാനങ്ങൾ എടുത്താലേ ഒരു പെങ്കൊച്ചാ ഉള്ളത്. പെങ്കൊച്ചിന്റെ വിചാരം ആർക്കാടി വേണ്ടത്? എനിക്കാണോ വേണ്ടത്? ആ തന്തപ്പടിക്കല്ലേ? അയാൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരാളെ എനിക്ക് വേണ്ടാന്ന് നിങ്ങൾ എന്തിനാ നിർബന്ധിക്കണം? ഞാനല്ലേ സഹിക്കേണ്ടത്? എനിക്ക് താല്പര്യമില്ല ക്ലീറ്റോന്റെ കൂടെ ജീവിക്കാൻ. എന്തൊക്കെ പറഞ്ഞാലും അവക്കൊരു അച്ഛൻ വേണം. അവക്ക് അച്ഛനൊക്കെ വേണം, പക്ഷെ ഇങ്ങനെ ചുക്കിന് ചുണ്ണാമ്പിനും കൊള്ളില്ലാത്ത അച്ഛൻ അവക്ക് വേണ്ട. തള്ള മാത്രം മതി. അങ്ങനെ എന്തോരം പിള്ളേര് ജീവിക്കണ്? അവരൊക്കെ ആത്മഹത്യ ചെയ്യാ. പിന്നെ നാത്തൂന്റെ എന്താ പരിപാടി? ഞാൻ എന്താ കൊച്ചിനെ നോക്കി ഇവിടെ ജീവിക്കും? അല്ല, ഞാൻ വേറൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ ഇവിടെ നിൽക്കണോണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? പിന്നെ നാത്തൂൻ ഇവിടെ നിന്ന് ജീവിതാവസാനം വരെ ഇവിടെ നിന്നാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇതെന്താ കാര്യം നമുക്ക് അറിയണ്ടേ? എന്ത് കാര്യം? എനിക്ക് ക്ലീറ്റോനെ വേണ്ട. എന്റെ പൊന്ന് ജമന്തി, നീ ആ മനുഷ്യന്റെ കാര്യം എന്നോട് പറയല്ലേ. എന്നെ സംബന്ധിച്ച് അയാൾ മരിച്ചു, എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ. അങ്ങനെയൊന്നും പറയല്ലേ നാത്തൂന്. ദേ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കറിയാവുന്ന ഒരു ജോത്സ്യനുണ്ട്, നമുക്ക് അയാളെ പോയിന്ന് കാണാം. എന്ത് കാര്യത്തിന് ജോത്സ്യന്റെ അടുത്ത് പോകണം? ഇത് എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ നാത്തൂന്റെ സമയദോഷം, അല്ലെങ്കിൽ ക്ലീറ്റോ ചേട്ടന്റെ സമയദോഷം. ആരുടെ സമയദോഷമാണെങ്കിൽ നേരത്തെ സംഭവിച്ചില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഒന്ന് നമുക്ക് പോയി നോക്കാം. എന്തിനാന്ന്? കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെ പൂജയും വഴിപാടിന്റെ ഒക്കെ കാര്യമുള്ളൂ. എനിക്ക് വേണ്ട. ശരി, നാത്തൂന് വേണ്ട. അയാൾ പറയണ എന്താ നമുക്കൊന്ന് കേൾക്കാമല്ലോ. നീ അങ്ങോട്ട് ചെല്ലുമ്പോ ജോത്സ്യം പറയും ഒന്നിച്ച് ജീവിക്കണം, പെണ്ണാണ്, ക്ഷമിക്കണം, മക്കളുണ്ട് എന്നൊക്കെ പറയും. അയാൾ അങ്ങനെയൊന്നും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വായിരിക്കണത് കേൾക്കും, അത്രേ ഉണ്ടാവുള്ളൂ. അയാൾ ഉള്ള കാര്യമേ പറയത്തുള്ളൂ. പോവാ നമുക്ക്. ഏത് ജോത്സ്യനെ കാണാൻ? എന്റെ വീടിന്റെ അടുത്തുള്ള. ആ പോ. റെഡി ആവുക. ഇതൊക്കെ അവിടെ വെച്ചിട്ട് വാ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ല. ഇത് കഴിഞ്ഞിട്ട് വരുമോ? ഞാൻ വരാം.
ഈ ജാതകങ്ങൾ തമ്മിൽ ചേരുമെന്ന് ഏത് ജ്യോത്സ്യനാ പറഞ്ഞത് നിങ്ങളോട്? ഞങ്ങള് ജാതകം നോക്കിയില്ല. ആ, ജാതകം നോക്കാതുള്ള കല്യാണമായിരുന്നു അല്ലേ? നാത്തൂൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒളിച്ചോടി പോയത്. അങ്ങനെ ഒളിച്ചോടി പോകുമ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. പറഞ്ഞ മനസ്സിലായോ? എത്ര കാലമായി ഒളിച്ചോടിയിട്ട്? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 15 വർഷമായി. 15 വർഷമായി. ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം. അതായത് 15 വർഷത്തിനപ്പുറേക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നടക്കില്ല എന്നാണ് പ്രശ്നത്തിൽ കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടെ താമസിക്കാൻ യോഗ്യത ഇനിയില്ല എന്നാണ് പ്രശ്നം പറയുന്നത്. അങ്ങനെ വരാൻ വഴിയില്ല. ഒന്ന് ശരിക്കും നോക്ക്. ശരിക്കും നോക്കുകയാണെങ്കിൽ ആള് വലിയൊരു അലസനാണല്ലേ? അതായത് മടിയുള്ള കൂട്ടത്തിലാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതാണല്ലേ? ചെറുതായിട്ടൊക്കെ. എന്നാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഇവിടെ തീർന്നു എന്ന് കണക്കാക്കുക. എന്തെങ്കിലും പൂജ ചെയ്ത പരിഹാരം ഉണ്ടാവും? പൂജ ചെയ്താലും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ പിരിയാൻ ഭാഗത്തിന് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കാൻ നിങ്ങൾ കൂടി യോജിച്ച് ജീവിക്കാനാണ് ഭാവമെങ്കിൽ ജീവഹാനി വരെ സംഭവിക്കാം. എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക. ഞങ്ങള് പിരിയും. എനിക്കറിയാം ഞങ്ങള് പിരിയുമെന്ന്. നാത്തൂനെ, അതിന് ഈ ജ്യോത്സ്യന്മാർ എപ്പോഴും പറയണ സത്യമാവണമെന്നില്ല. എന്ത് സത്യമാണെന്നില്ല? നീ എന്നല്ലേ പറഞ്ഞു ഈ ജ്യോത്സ്യൻ കറക്റ്റാണ്, പറഞ്ഞതൊക്കെ നടക്കുന്നുള്ളത്? പിന്നെ ഇത് നാള് നോക്കിയിട്ടാണ് ചെയ്യണത്. അപ്പൊ ഏത് ജ്യോത്സ്യം പറഞ്ഞാലും അത് നടക്കും. ഇത് ശരിക്കും നടക്കാനുള്ളത്. അതിന്റെ അടുപ്പ് ഈ ലക്ഷണങ്ങൾ മുഴുവൻ കണ്ടത്. അത് ചിലപ്പോ നടക്കും, ചിലപ്പോ നടക്കത്തില്ല. നമുക്ക് ഏതെങ്കിലും നല്ല ജ്യോത്സ്യനെ പോയി കാണാം. കാര്യമുണ്ടോ? നമുക്ക് നാളെ എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് പോയി നോക്കാം. എന്തായി പറയണേ? ഏത് ജ്യോത്സ്യനെ കണ്ടിട്ട് ഒരു കാര്യമില്ല. അത് ഇവരുടെ നാളിന്റെ ആണത്. അത് പിരിയാനുള്ളത് തന്നെ. അതിന്റെ എല്ലാ ലക്ഷണവും കണ്ടല്ലോ. പിന്നെന്താ? എത്ര നാള് ഞങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. അതാ പറയണ്, ഇത്ര നാളും കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമുണ്ട്. ആഗ്രഹിക്കണോണ്ട് ഇങ്ങനെ വരണത്. എന്റെ ക്ലീറ്റോ. ഈ പെണ്ണെന്താ ഇങ്ങനെ? ഞങ്ങൾ ആരെങ്കിലും പിരിയണോന്ന് പറഞ്ഞോ? എല്ലാരുടെ ഉള്ളിൽ എന്റെ ക്ലീറ്റോനെ ആർക്കും ഇഷ്ടല്ലല്ലോ. നീ എന്നല്ലടി പെണ്ണെ പറഞ്ഞേ? വിഷമിക്കല്ലേ? ഇത് നല്ല കേട. ഞാൻ ക്ലീറ്റോ പിരിയാൻ പോവാ. ജോത്സ്യനെ പോയി കണ്ടപ്പോ ജോത്സ്യം പറയാ ഞങ്ങള് പിരിയുന്നു. ജോത്സ്യനെ പോയി കണ്ടടാ. പിരിഞ്ഞില്ലായിരുന്നു? ഞങ്ങള് വഴക്കിട്ടതല്ലേ ഉള്ളു. അപ്പായോട് പറയാന് ഞങ്ങള് പിരിയുന്നു. എനിക്ക് ക്ലീറ്റോ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റൂല. എന്താ കാര്യം എന്തായിരുന്നു? എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കേ. ഞാൻ ക്ലീറ്റോന് വേണ്ടിട്ടല്ലേടാ ജീവിക്കണേ. എന്നിട്ട് എന്തെങ്കിലും ഒരു വഴക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ പിടിച്ച് ഉന്താവും ആ മനുഷ്യൻ. എന്നെ പിടിച്ചുന്തി പോട്ടെ. ഞാൻ ആ മനുഷ്യന്റെ മുമ്പിൽ കൂടി എല്ലാ സാധനമൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് പോകുന്നത്. ക്ലീറ്റോനൊന്ന് തിരിച്ചു പിടിക്കാമല്ലോ. സാധനം വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ രാത്രിയാവുമ്പോ ഞങ്ങള് കൂടെ തന്നെ വന്ന് വിളിക്കാറില്ലേ? ഇന്ന് പ്രാവശ്യം വന്നില്ല. അമ്മാവ് വക്കീലിനെ കൊണ്ടിട്ട് വന്ന് അതും കണ്ടിട്ട് എന്നോട് ഒന്നും പറഞ്ഞില്ലടാ. എന്താണ് നിനക്ക് അവനെ പിരിയാൻ പറ്റൂലേ? എനിക്ക് ക്ലീറ്റോ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്താ വേണ്ടേ? നമുക്ക് നല്ലൊരു ജ്യോത്സ്യനെ പോയി കാണാം. അങ്ങനെ പറഞ്ഞ കൈ എത്തിച്ചാൽ നിനക്ക് അവനെ പിരിയാൻ പറ്റൂലല്ലേ? അവനും അങ്ങനെ തന്നെ. അത് ഇത്രയും നാളെ എനിക്ക് മനസ്സിലായില്ലല്ലേ?
എന്തുദ്ദേശം നീ എല്ലാം വലിച്ച പേര് കളഞ്ഞിട്ട് കയറി വന്നത്? പിടിക്കത്. ഇനി മേല തൊട്ടേനും പിടിച്ചതിന് എടുത്ത് അടിക്കൊണ്ട് വരരുത്. പിടിക്കേ, ഇറങ്ങി പോകും. അവിടെ പോയി താമസിക്കും. ചെല്ലു മക്കളെ. അതല്ലേ നരച്ചില്ലേ? എന്തേ? ഞങ്ങൾക്ക് നല്ല ബുദ്ധി പറഞ്ഞാരാ? അമ്മാവൻ. അതിനെന്താ? അമ്മാവനോട് കഴിഞ്ഞ ദിവസം ഞാൻ എന്ത് പറഞ്ഞിട്ടാ പോയത്? ഒരു നല്ല തീരുമാനം എടുപ്പിക്കണം അവളെ കൊണ്ടുവന്ന്. എന്നിട്ട് അമ്മാവൻ എന്ത് ചെയ്തു? ആരാ വക്കീൽ അടിച്ചോണ്ടത്? അതാ അവള് വേണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് പരിചയമുള്ള ഒരു വക്കീലിനെ ഞാൻ കൊണ്ടു കാണിച്ചു കൊടുത്തു. അത്ര തന്നെ ഉള്ളൂ. അവള് പറഞ്ഞോ? അവള് പിരിയാന്ന് പറഞ്ഞിട്ടല്ലേ, ഞാൻ വേണ്ട പറഞ്ഞല്ലേ. പറഞ്ഞായിരുന്നാ? പറഞ്ഞില്ലേ ഞാൻ? എനിക്കറിയത്തില്ല. പറഞ്ഞു, ഞാൻ പറഞ്ഞു. പക്ഷെ അവള് സമ്മതിച്ചില്ല. പിന്നെ മക്കളുടെ ഇഷ്ടമല്ലേ വലുത് വെച്ചിട്ട് ഞാൻ നിന്നല്ലേ. മതി. Sorry.